NCP സംസ്ഥാന അധ്യക്ഷനായി കുട്ടനാടൻ MLA തോമസ് കെ തോമസ് ചുമതലയേറ്റു. മന്ത്രിസ്ഥാനം താൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. പാർട്ടി ദേശീയ അധ്യക്ഷന്റെ തീരുമാനമായിരുന്നു 2.5 കൊല്ലം വീതം മന്ത്രിസ്ഥാനം പങ്കിടണം എന്നുള്ളത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇനിയുള്ള തന്റെ ലക്ഷ്യമെന്നും അധ്യക്ഷ സ്ഥാന കൈമാറ്റ ചടങ്ങിൽ PC ചാക്കോ പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും NCP സംസ്ഥാന അധ്യക്ഷൻ തോമസ് കെ തോമസ് MLA മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പുതിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്? ഞങ്ങളൊരു കമ്മിറ്റിയുണ്ട് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ. ആ കമ്മിറ്റി ചേർന്ന് ഉചിതമായ തീരുമാനമെടുത്ത് എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ പോകത്തുള്ളൂ മുന്നോട്ട്. സംഘടനകത്ത് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ആഗ്രഹിച്ചത് മന്ത്രിപദവിയാണ്, ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാർട്ടി അധ്യക്ഷ പദവിയിലേക്കാണ്. അങ്ങനെ ഞാൻ മന്ത്രി പദവിയൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അത് തന്നെ തെറ്റാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമായിരുന്നു 2.5 വർഷം എന്നുള്ള. അത് ശരത് പവാർ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കണമെന്നല്ല, ഒരിക്കലും മന്ത്രിയാകണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനും ശശീന്ദ്രനോട് ഇന്നീ സമയം വരെ ഒരു സംസാരത്തിൽ പോലും തെറ്റിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. PC ചാക്കോ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു, പക്ഷേ ആ ഔദ്യോഗിക ചടങ്ങിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്തില്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ? എന്തായാലും അദ്ദേഹത്തോട് ചോദിക്കണം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞാനും PC ചാക്കോയും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം അല്ലല്ലോ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസാണ്. അത് ഓൾറെഡി പവാർജി ലെറ്റർ തന്നു. ഒരു ഔദ്യോഗികമായ ചടങ്ങെന്ന് മാത്രമേ ഉള്ളൂ ഇത്. ആ ചടങ്ങനുസരിച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം കൂടെ വന്നു, ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു പോയി. എല്ലാം അവസാനിച്ചു, എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു. എല്ലാം വളരെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും എല്ലാ ജില്ലാ ഘടകങ്ങളും താങ്കൾക്കൊപ്പം നിന്നു എന്നത് അത് താങ്കളെ അനുകൂലിക്കുന്ന ഒരു സമീപനം തന്നെ. അതാണ് പാർട്ടിയുടെ ഐക്യം. മനസ്സിലായി. 14 ജില്ലാ പ്രസിഡന്റുമാരും ഐക്യകണ്ഠേന തോമസ് കെ തോമസ് പ്രസിഡന്റ് ആകണം എന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ പാർട്ടിയിൽ ഭിന്നിപ്പില്ല. പാർട്ടി ഏകകണ്ഠമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. മുന്നിലുള്ളത് 2 തിരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും പാർട്ടിയെ കരുത്താർജിക്കേണ്ട ഒരു കടമ അത് താങ്കളുടെ മുന്നിലാണ്. അതിലുപരിയായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റ്, പിന്നെ കുട്ടനാട് സീറ്റ് നിലനിർത്തേണ്ട കടമ കൂടി താങ്കൾക്കുണ്ട്. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഞാനൊരു വോളിബോൾ താരമാണ്. ഞങ്ങൾ ഈ കോർട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ രീതി അങ്ങ് മാറും. മനസ്സിലായോ? അപ്പോൾ ഈ വെളിയിൽ നിൽക്കുന്ന ആളല്ലായിരിക്കും കോർട്ടിൽ. ഇപ്പോൾ സ്വന്തം അനിയനെ എതിരെങ്കിലും കളിയിൽ വേറെ സ്റ്റൈലായിരിക്കും. ഇപ്പോൾ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ശരിക്കും ഞങ്ങൾ കളത്തിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാർട്ടിയെ ശക്തിപ്പെടുത്തി നല്ല രീതിയിലാക്കുന്ന ഒരു ഉത്തരവാദിത്വം MLAക്കുണ്ട്, പ്രസിഡന്റിനുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റിയിരിക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. കുട്ടനാട് LDFിൻ്റെ കുത്തക മണ്ഡലമാണ്. അവിടെ തോമസ് ചാണ്ടിയാണ് UDFിൽ നിന്ന് LDFിൽ നിന്ന് ജയിച്ച ആൾ. കാരണം LDFിൽ നിന്ന് അദ്ദേഹം ഓരോ പ്രാവശ്യം കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പം ഞാനവിടെ നിന്നപ്പോൾ എല്ലാവരും പറഞ്ഞു തോറ്റു പോകുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ജയിച്ചില്ലയോ. അപ്പോൾ ഇന്ന് പറയുന്ന കണക്ക് കുട്ടനാട് സീറ്റ് നമ്മുടെ സ്വന്തമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നു. സീറ്റ് ഒരു മാറ്റം ആവശ്യപ്പെട്ടാൽ അത് NCP സമ്മതിക്കുമോ? അല്ല, LDF മാറ്റം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സമ്മതിക്കുന്നതിന് നമുക്ക് കുഴപ്പം. ഓരോ സീറ്റും ഓരോ ഘടകകക്ഷികൾ കൊടുത്തിട്ടുണ്ട്. അതാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. അങ്ങനെയാണ്. ആ കുടുംബത്തോട് ചേർന്ന് നിന്ന് LDF ആയിട്ട് കക്ഷികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് ഞങ്ങളുടെ തീരുമാനം. പാർട്ടിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനാകും എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ജോയ്സിയാനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.